ലോകത്തിനു മുൻപിൽ ഇസ്രായേലിന്റെ അഭിമാനം നിലനിർത്താൻ ലെബനാനിലേക്ക് കരയുദ്ധം നടത്താനാണ് ഇസ്രായേൽ ഗവൺമെന്റ് തീരുമാനിച്ചത്. IDF സംഘത്തിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് തന്നെ ഉണ്ടായതാണ്. ലെബനാൻ എന്ന് പറയുന്നത് ഗാസയിലെ ഹമാസിനെ പോലെയുള്ള പ്രാദേശിക സൈനിക ട്രൂപ്പല്ല, അതൊരു രാജ്യത്തിന്റെ സൈനിക ഫോഴ്സാണ്. അവിടെ അതിജീവിക്കുക എന്നുള്ളതും മുന്നേറുക എന്നുള്ളതും വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ദൗത്യം വിജയിക്കും എന്ന് തീർത്ത് പറയാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം അവർക്കിടയിൽ തന്നെ സംജാതമായിരിക്കുന്നു. എന്നാൽ ഫലസ്തീനിൽ തോറ്റ പോലെ തന്നെ ലെബനാനിലും തോൽക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് ഒരു കരയുദ്ധത്തിന്റെ ആരംഭം കുറിക്കണം എന്നൊരഭിപ്രായമുള്ളവരും യഥാർത്ഥത്തിൽ സർക്കാർ തലത്തിലും സൈനിക തലത്തിലും തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ലെബനാനിലേക്കുള്ള കരയുദ്ധം ഇസ്രായേലിന്റെ നടുവൊടിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്നുള്ളതാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ലെബനാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഹമാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമല്ല. രാഷ്ട്രമായിട്ട് ലോകം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ലോകത്തിലെ ചില രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലാതെ ഒരു രാജ്യത്തിന് വേണ്ട ആവശ്യമായിരിക്കുന്ന ഒരു ഫെസിലിറ്റീസും അവിടെയില്ല. സ്വന്തമായി സൈനിക ട്രൂപ്പില്ല, സ്വന്തമായി വിമാനത്താവളങ്ങളില്ല, യുദ്ധ വിമാനങ്ങളില്ല, യുദ്ധ കപ്പലുകളില്ല, യുദ്ധ ടാങ്കുകളില്ല, ആയുധ സംവിധാനങ്ങളില്ല, യാതൊന്നുമില്ല. അതൊരു പ്രദേശമായിട്ട് മാത്രമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് പറയാൻ വേണ്ടി സാധിക്കുക. ഇസ്രായേലിന്റെ അകത്തുള്ള പ്രദേശം ഇസ്രായേലിനാൽ വളഞ്ഞിട്ടിരിക്കുന്ന നിയന്ത്രിക്കപ്പെട്ട ഒരു പ്രദേശത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെയാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പ് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അവിടെ ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർ സാധാരണക്കാരെ കൊന്നുകൊണ്ട് കൊലവിളി നടത്തി തങ്ങളാണ് മേൽക്കോയ്മ നേടിയത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് ലോകത്തിന് കൃത്യമായ രീതിയിൽ അറിയുന്ന കാര്യമാണ്. പിന്നീടാണ് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ശക്തമായിരിക്കുന്ന ആകാശ ആക്രമണം ഇസ്രായേൽ നേരിട്ടത് ലെബനാനിൽ നിന്നാണ്. വൈദൂര ബാലാസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ പല ഘട്ടത്തിലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. ഇസ്രായേലിലെ ചില മർമ്മപ്രധാന പ്രദേശങ്ങളിലൊക്കെ തീപിടിക്കുന്നതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും തകർന്നു വീഴുന്നതും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന വീഡിയോയിലൂടെ ലോകം കണ്ടതുമാണ്. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിൽ തോറ്റ അവർ ലെബനാന്റെ മുൻപിലും തോൽക്കുക എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ആ രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളകി മറിയുന്ന രീതിയിലേക്കായതുകൊണ്ട് കരയുദ്ധം അനിവാര്യമാണ്. അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടത്തുക എന്നുള്ളിടത്തേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനവർ പറയുന്ന കാര്യം 70,000-ഓളം ഇസ്രായേലി കുടിയേറ്റക്കാരെ അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമായിരിക്കുന്ന വിഷയത്തിനപ്പുറം ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ ഇത് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നവർ കരുതുന്നു. അത് ലെബനാന്റെയും സിറിയയുടെയും അതിർത്തിയുമായിട്ട് പങ്കിട്ട പ്രദേശത്തു നിന്നാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ 7-ാം തീയതിയുടെ അക്രമത്തോടനുബന്ധിച്ച് അവിടെ നിന്ന് ഇത്രയും 70,000-ഓളം ഇസ്രായേലിയരെ അവിടെ കൊടിയൊഴിപ്പിച്ചുകൊണ്ട് മധ്യ ഇസ്രായേലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. അവർക്കിപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി വന്നു. അവരെവിടെ താമസിപ്പിക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വരികയും ചെയ്തു. അപ്പോഴത്തേനും ലെബനാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ രൂക്ഷത വർദ്ധിക്കുകയും അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ആക്രമ പരമ്പരകൾ തന്നെ തുടരുകയും ചെയ്തു. അതിനിടയിൽ ഇവരെ അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കുടിയിരുത്തുക എന്നുള്ളത് ഇസ്രായേലിന് ശ്രമകരമായിരിക്കുന്ന വിഷയമായിട്ട് വരികയും അതിനാൽ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അവരെ അവിടെ താമസിപ്പിക്കൽ അനിവാര്യമായിരിക്കുന്ന വിഷയമായിട്ട് തീർന്നു. രണ്ട് കാര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അവരുടെ അതിർത്തിയിൽ നിന്ന് അവർക്ക് സംരക്ഷണമില്ലാത്ത അല്ലെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വേണ്ട വിധം മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവർ അടുത്ത ഘട്ടം ഇസ്രായേൽ ഭൂപ്രദേശത്ത് കയറി വരും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് അതിർത്തിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവരെ കുടിയിരുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് യുദ്ധത്തിലേക്കാണ് കയറുന്നതെങ്കിൽ ഈ യുദ്ധത്തിൽ എങ്ങനെയാണ് ഇസ്രായേലിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുക? ഉറപ്പായിട്ടും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.
അതിന്റെ കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നൂതന സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ള ഇസ്രായേൽ, അതോടൊപ്പം തന്നെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ വലിയ കൽപ്പുള്ള മൊസാദ്, ഈ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കെയാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇത് കണ്ടെത്താനോ ഇത് മുന്നറിയിപ്പായിട്ട് ലഭിക്കാനോ അതിന്റെ സംവിധാനങ്ങളെ ഇല്ലാതാക്കാനോ സാധിക്കാത്ത നാണക്കേട് ഇപ്പോഴും ഇസ്രായേലിനെ പിടികൂടിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അപ്പുറമായി അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത്, അവരെ സൈനിക സംവിധാനത്തിന്റെ അകത്താണ് ഹമാസ് എന്ന് പറയുന്ന വിഭാഗം ഇത്രയും വലിയ ആയുധ ശേഖരങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ബങ്കറുകൾ സ്ഥാപിച്ചു എന്ന് പറയാൻ 500 കിലോമീറ്റർ വൈദൂരമുള്ള ബങ്കറുകളിലെങ്കിലും വളഞ്ഞും തിരിഞ്ഞും അവരെ പ്രദേശമായിരിക്കുന്ന 40-42 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇസ്രായേൽ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മൾ ലെബനാനിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും രാഷ്ട്രങ്ങൾ തന്നെയാണ്. അവരുടേതായിരിക്കുന്ന സൈനിക സംവിധാനം, ഗവൺമെന്റുകളും ഫോഴ്സുകളും യുദ്ധ ടാങ്കറുകളും യുദ്ധവിമാനങ്ങളും അടക്കം വലിയ പടക്കോപ്പുകളുള്ള രാജ്യങ്ങളാണ്. ലെബനാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും ലെബനാനും അങ്ങനെ തന്നെയാണ്. അവിടേക്ക് ഇറാന് എളുപ്പത്തിൽ സഹായം ചെയ്യാൻ വേണ്ടി സാധിക്കും, നേരിട്ടല്ലെങ്കിൽ പോലും. ഇറാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ലെബനാൻ. ഇറാഖും സിറിയയും കഴിഞ്ഞിട്ടാണ് ലെബനാനിലെത്തുന്നത്. ഇറാഖിലൂടെ സിറിയയിലൂടെയാണ് ലെബനാനിലെത്തുന്നത്. അല്ലെങ്കിൽ ഇറാൻ തുർക്കി വഴി പോകണം. തുർക്കിയുടെ അതിർത്തി ലെബനാൻ പങ്കിടുന്നത് കൊണ്ട് തുർക്കിയിലൂടെ പോകണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇറാൻ കഴിഞ്ഞാൽ ഇറാഖും സിറിയയും 100% ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. ഈ ഭാഗത്തൂടെ നോക്കുകയാണെങ്കിൽ തുർക്കി ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ രാഷ്ട്രങ്ങളുടെ സഹായമുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലെബനാനിലെ സൈനിക വിഭാഗത്തിന് അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് അവരുടെ ആയുധ ശേഖരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ പറയുന്നു, 100,000 സൈനികരെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ട്. അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും വൈദൂര മിസൈലുകളും നേരിട്ട് ആക്രമണം നടത്താൻ സംവിധാനമുള്ള ബലസ്റ്റിക് മിസൈൽ അടക്കമുള്ള സംവിധാന കാര്യങ്ങളുടെ ക്രോഡീകരണവും ലെബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ അവർ വലിയ തുരങ്ക താവളങ്ങൾ നിർമ്മിച്ചതാണ്. ആയുധങ്ങളുടെ ശേഖരമുണ്ട്. കുയ്ബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമായിരിക്കുന്ന സംവിധാനങ്ങളുള്ള വിഭാഗമാണ്. അപ്പോൾ അവർ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇതിന്റെ ഭൂമി കുഴിച്ച് അതിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുകയില്ല. അങ്ങനെ സംവിധാനമൊന്നും ഇസ്രായേലിന്റെ കൈവശത്തിലുമില്ല. നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഗസയിൽ നടന്ന പോലെ തന്നെ ശത്രുവിനെ കാണാതെ യുദ്ധം ചെയ്യേണ്ട ഒരു പരിസ്ഥിതി ലെബനാന്റെ അതിർത്തി ഭാഗത്തുണ്ടാകുന്ന സമയത്ത് ഒളിഞ്ഞു നിൽക്കുന്ന വിഭാഗത്തിന് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും സാധിക്കാതെ വരുന്ന സമയത്താണ് ഇസ്രായേൽ സൈനികരുടെ മരണങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത്. അത് മറ്റുള്ള ശത്രുപക്ഷങ്ങൾ പറയുന്ന സമയത്ത്, അല്ലാതെ ഇസ്രായേൽ സൈനികർ ഒരിക്കലും തങ്ങളുടെ സൈനികർ മരണപ്പെട്ടിരിക്കുന്നു, പരിക്കേറ്റിരിക്കുന്നു അവർ പറയാറില്ല. പാരമ്പര്യമായിട്ട് പറയാറില്ല. അത് യൂറോപ്യന്മാരും പറയാറില്ല. യുദ്ധത്തിന്റെ തന്ത്രപരമായിരിക്കുന്ന ഭാഗമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. യുദ്ധം ചെയ്യുന്ന മറ്റ് സൈനികർക്ക് മാനസികപരമായ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇവർ സ്വമേധയാ എന്ത് ചെയ്യാറുണ്ട്? തങ്ങളുടെ സൈനികർക്കുണ്ടായിരിക്കുന്ന അപകട കാര്യങ്ങൾ പുറത്ത് പറയാറില്ല. അങ്ങനെ അതിപ്പോഴും തുടരുന്നു. അപ്പൊ തന്ത്രപരമായിരിക്കുന്ന യുദ്ധമായിരിക്കും ഇവിടെ നടക്കുക. അത് ഒരുപാട് പ്രാവശ്യം വ്യത്യസ്ത രീതിയിലൊക്കെ ഇസ്രായേൽ മിലിറ്ററി ഫോഴ്സ് തന്നെ ഇത് ആലോചിക്കുന്നത്. നമ്മൾ അതിർത്തി കടന്നു പോയാലുണ്ടാവുന്ന അതിന്റെ ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളമുണ്ട്, ഏത് തരത്തിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഗൗരവപരമായിട്ട് തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഇറാൻ ഇപ്പൊ നേരിട്ട് ഇപ്പോഴും യുദ്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല. പക്ഷെ ഇറാന്റെ പൂർണ്ണ സഹായത്തോടു കൂടിയാണ് ഈ വിഭാഗങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നതിൽ തന്നെ റഷ്യയും ഇറാനും വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിച്ചത് റഷ്യയും ഇറാനുമാണ്. അതുകൊണ്ട് ഇറാന്റെ എല്ലാ നയങ്ങളോടും നിലപാടുകളും സമീപനത്തോടും സിറിയക്ക് പൂർണ്ണ പിന്തുണയാണ്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം 65% ഷിയാക്കളുള്ളതും വലിയ സന്നദ്ധ സംവിധാനമുള്ള ഷിയ മലീഷ്യകൾ പ്രവർത്തിക്കുന്ന ദേശവുമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇറാന്റെ അതിർത്തി പങ്കിടുന്ന ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായ രീതിയിലും പരസ്യമായ രീതിയിലും ആയുധങ്ങളുടെ കലവറ തന്നെ ഇവർക്ക് ഷിയ മലീഷ്യകൾക്ക് നൽകാൻ വേണ്ടി ഇറാൻ സാധിച്ചിട്ടുണ്ട്. ആ ആയുധങ്ങൾ വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തന്നെ ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇറാഖും സിറിയയും കടന്നാൽ പിന്നെ ലെബനാനാണ്. ഈ 3 രാജ്യങ്ങളിലൂടെ 2 രാജ്യങ്ങൾ കടന്നുകൊണ്ട് ലെബനാനിലേക്ക് ആയുധം എത്തിക്കാൻ വേണ്ടി
ഒരു രാജ്യവും ഒരു സൈനിക വിഭാഗവും തടയപ്പെടില്ല എന്നതിനാൽ സുഖകരമായ രീതിയിൽ ഈ ഇസ്രായേൽ സൈന്യത്തെ ലെബനാനിൽ തളച്ചു കെട്ടാൻ വേണ്ടി ഇറാന് സാധിക്കും എന്നുറപ്പാണ്. ഇറാനിന്റെ ലേബിളിൽ ഇപ്പോഴും യുദ്ധം നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് അവരിപ്പോഴും ആലോചിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകളും വിഷയങ്ങളും എവിടെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ലെബനാന്റെ സൈനിക മിലിറ്ററി ഫോഴ്സ് ആരെങ്കിലും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആയുധങ്ങളുടെ ശേഖരങ്ങളും ആയുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൂട്ടുന്നത് ഇറാനാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്രായേലിനെ നടുവൊടിക്കുന്ന അല്ലെങ്കിൽ നട്ടലൊടിക്കുന്ന യുദ്ധമായിരിക്കും ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് അവർ താമസിപ്പിക്കുന്നത്. ഇതിന്റെ ദുരന്തങ്ങളും ഇതിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും എവിടെ എത്തുമെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെയും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.